നമസ്കാരം. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ദേശീയ സെക്രട്ടറിയാക്കിയ നടപടിയിൽ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. കേരളത്തിൽ പ്രവർത്തിക്കണമെന്നതായിരുന്നു ആഗ്രഹമെന്നും പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി പ്രതികരിച്ചു. പാർട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും അബിൻ വർക്കി മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. അതൃപ്തി പരസ്യമാക്കിയാണ് അബിന്റെ പ്രതികരണം. ദേശീയ സെക്രട്ടറി ആകാൻ താല്പര്യമില്ലെന്നും അബിൻ സൂചിപ്പിച്ചു. കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്നും വൈസ് പ്രസിഡന്റായി തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടും. ദേശീയ നേതൃത്വം ഇക്കാര്യം പരിഗണിക്കണമെന്നും അബിൻ വ്യക്തമാക്കി. പാർട്ടി എടുത്ത തീരുമാനം തെറ്റെന്ന് പറയില്ല. പാർട്ടിയോട് തിരുത്താൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുമെന്നും അബിൻ വ്യക്തമാക്കി. സംസ്ഥാന അധ്യക്ഷനാക്കാതിരുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചില ഘടകങ്ങൾ പരിശോധിച്ചതുകൊണ്ടാകാം. സാമുദായിക അടിസ്ഥാനത്തിലാണോ താൻ തഴയപ്പെട്ടത് എന്നതിൽ നേതൃത്വമാണ് മറുപടി പറയേണ്ടതെന്നും അബിൻ പ്രതികരിച്ചു. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 1,70,70,000 വോട്ടാണ് തനിക്ക് ലഭിച്ചത്. അന്ന് 2ാം സ്ഥാനത്തെത്തി. തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിച്ചതെന്നും അബിൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായി OJ ജനീഷിനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം നിയമിച്ചത്. രമേശ് ചെന്നിത്തലയുടെയും ഗ്രൂപ്പിന്റെയും കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് നിയമനം. ഗ്രൂപ്പ് സമവാക്യങ്ങളെ അപ്രസക്തമാക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം. OJ ജനീഷിനെ അധ്യക്ഷനാക്കിയതിന് പുറമെ ബിനു ചുള്ളിലിനെ വർക്കിംഗ് പ്രസിഡന്റുമാക്കിയത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള വ്യക്തമായ സന്ദേശമാണ്. ഗ്രൂപ്പിന് പ്രസക്തിയില്ലെന്ന് വിശദീകരിക്കുകയാണ് ഇതിലൂടെ. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ തീരുമാനങ്ങളെ നടക്കുമെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. ഇതിനെ രമേശ് ചെന്നിത്തല എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം. കേരളത്തിൽ KC വേണുഗോപാൽ ഇനി കൂടുതൽ സജീവമാകുമെന്നും വിലയിരുത്തലുകൾ എത്തുന്നു. ഷാഫി പറമ്പിലാകും KCയുടെ പ്രധാന പോരാളി. ഈ തരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ മാറ്റങ്ങൾ വരും. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ഗ്രൂപ്പും അപ്രസക്തമായി. ഗ്രൂപ്പിലെ പ്രധാനിയായിരുന്ന ഷാഫി എല്ലാ അർത്ഥത്തിലും KCക്കൊപ്പമാവുകയാണ്. കാലങ്ങളായി ഗ്രൂപ്പിന്റെ കൈവശമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം. കഴിഞ്ഞ പുനഃസംഘടനയിൽ KSU അധ്യക്ഷ സ്ഥാനവും ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടിരുന്നു. അതായത് ചെന്നിത്തല ഗ്രൂപ്പിനൊപ്പം ഗ്രൂപ്പും അപ്രസക്തം. സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം കൂടുതൽ വോട്ട് നേടിയ അബിൻ വർക്കിയെ മറികടന്നാണ് OJ ജനീഷിനെ അധ്യക്ഷനാക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ അതിവിശ്വസ്തനായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അബിൻ വർക്കിയേക്കാൾ വളരെ കുറച്ച് വോട്ടുകളാണ് ജനീഷിന് കിട്ടിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ സംസ്ഥാന കമ്മിറ്റിയിൽ ഉപാധ്യക്ഷനായിരുന്നു ജനീഷ്. തൃശൂർ സ്വദേശിയാണ്. KSU ജില്ലാ അധ്യക്ഷ സ്ഥാനമടക്കം വഹിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്നു. ജനീഷിന് പുറമെ ബിനു ചുള്ളിയിൽ, അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരുടെ പേരായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇതിൽ അബിൻ വർക്കിയെയും അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി ഉയർത്തി. ഇതോടെ അബിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രസക്തിയെല്ലാം പോയി. ഇതിനെല്ലാം കാരണം ഷാഫിയുടെ ചരടുവലികളാണ്. പേരാമ്പ്രയിലെ സംഭവങ്ങളോടെ ഷാഫിക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി കൂടുതൽ പ്രസക്തി വരും. അധ്യക്ഷൻ കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കുന്നതും പുതിയ അധ്യക്ഷ നിയമനത്തിൽ സംസ്ഥാന ദേശീയ തലത്തിൽ പുതിയ ഫോർമുല പരീക്ഷിക്കുന്നതും യൂത്ത് കോൺഗ്രസ് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഗ്രൂപ്പിന് നഷ്ടപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസിൽ ആദ്യമായിട്ടാണ് വർക്കിംഗ് പ്രസിഡന്റ് പദവിയും നടപ്പിലാക്കുന്നത്. ദേശീയ സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങൾക്കൊപ്പം നിയമസഭാ സീറ്റ് കൂടിയാണ് അധ്യക്ഷ പദം ലഭിക്കാത്തവർക്ക് അനൌദ്യോഗികമായി ലഭിച്ച ഉറപ്പ്. ബിനു ചുള്ളിൽ, OJ ജനീഷ് എന്നിവരുടെ പേരുകൾ ദേശീയ തലത്തിൽ പരിഗണിച്ചപ്പോഴും അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു. ദേശീയ സെക്രട്ടറിയായി 2 മാസം മുൻപ് നിയമിതനായ ബിനു ചുള്ളിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കുമെന്നതായിരുന്നു അഭ്യൂഹം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനാൽ ബിനുവിനെ അധ്യക്ഷനാക്കാനാകില്ല എന്നതായിരുന്നു അബിൻ അനുകൂലികളുടെ നിലപാട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കുക എന്നതാണ് സ്വാഭാവിക നീതി എന്നായിരുന്നു വാദം. അതാണ് ലംഘിക്കപ്പെട്ടത്.